ഇന്ന് വലിയൊരു സർപ്രൈസ് പുറത്തുവിട്ടുകൊണ്ടാണ് എമ്പുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയത്. ഇന്ത്യൻ സിനിമ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു വലിയ അപ്ഡേറ്റ്. ആ ഒരു വലിയ സർപ്രൈസ് നൽകിക്കൊണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ തന്നെ അതിശയിപ്പിക്കുകയായിരുന്നു. ഇതിനെല്ലാം കാരണമാരാണ് നമ്മുടെ പ്രേക്ഷകർ തന്നെ. മലയാളത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാന്റെ ഓളം രാജ്യമാകെ പടർന്നിരിക്കുകയാണ്. സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ചുടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ ക്രാഷ് ആകുന്ന അവസ്ഥ വരെ ഉണ്ടായി നമ്മൾ അറിഞ്ഞു. ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമയായി എമ്പുരാൻ ഇന്നലെ തന്നെ റെക്കോർഡ് ഇട്ടിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം. 24 മണിക്കൂറിൽ 6,45,000 കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നത്. പോസ്റ്റ് പങ്കുവച്ച് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ പോയാൽ നിങ്ങൾക്ക് ഇത് വ്യക്തമായി കാണാനും കഴിയും. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എമ്പുരാനായിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂറും 52 മിനിറ്റുമാണെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂറും 59 മിനിറ്റും 59 സെക്കൻഡുമാണ്. എന്തായാലും ചിത്രത്തെ കാണാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ ബോക്സ് ഓഫീസിൽ തന്നെ പ്രകടമാണ്. കഴിഞ്ഞ ദിവസം മാത്രം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത് 8.13 കോടിയായിരുന്നു. അത് ഇന്നേ ദിവസമാകുമ്പോൾ 9 കോടിയൊക്കെ മറികടക്കാൻ പോവുകയാണ്. കൂടാതെ പ്രീസെയിലൂടെ വേൾഡ് വൈഡിൽ 30 കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. കൂടാതെ പല തിയേറ്ററുകളും എമ്പുരാൻ എന്ന സിനിമ ആഘോഷമാക്കിയാണ്. തിയേറ്ററുകാരുടെ ഒരു പുനർജന്മം എന്നൊക്കെ പറയാം എമ്പുരാൻ എന്ന സിനിമയിലൂടെ. പല തിയേറ്ററുകളും ചിത്രത്തിന്റെ മാരത്തോൺ ഷോയെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. രേവതി സിനിമാസിൽ മാരത്തോൺ ഷോ, അത് 4 ദിവസം മാരത്തോൺ ഷോ ഒക്കെ നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ. എമ്പുരാൻ എന്ന സിനിമ അങ്ങനെ എല്ലാ മേഖലയിലും ഉണർവ് നൽകുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഇതിനൊപ്പം തന്നെ പൃഥ്വിരാജ് പറഞ്ഞ എമ്പുരാനിലെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എമ്പുരാൻ തരംഗമായിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. എമ്പുരാന്റെ എൻ ക്രെഡിറ്റ് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. ആദ്യ ഭാഗം പോലെ ഇവിടെയും ഒരു എൻ ക്രെഡിറ്റ് ടൈറ്റിലുണ്ട്. അതിലെ ന്യൂസ് റീലും കോട്സും സൂക്ഷ്മമായി വായിക്കണം. അതിനു മുന്നേ തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോകരുത് എന്നാണ് പൃഥ്വി പറയുന്നതും. ചിത്രത്തിന്റെ ഹൈദരാബാദ് പ്രീ റിലീസ് പ്രസ് മീറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എമ്പുരാന്റേതായി. അതിനുവേണ്ടി മോഹൻലാലും പൃഥ്വിരാജും സുജിത് വാസുദേവനും ഒക്കെ എത്തിയിട്ടുണ്ട്. കൂടാതെ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ടീംസും ദിൽരാജും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അതിൽ നിന്നും ഗംഭീരമായ ചില മീഡിയ റിപ്പോർട്ടറുകളോട് പൃഥ്വിരാജ് പ്രതികരിച്ചതൊക്കെ ഇപ്പോൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം മോളിവുഡിൽ നിന്നും കണ്ടന്റ് ഓറിയന്റഡ് ആയ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് പല ഇൻഡസ്ട്രിക്കും ഒരു അത്ഭുതവും അതിനോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. എങ്ങാനും മോളിവുഡ് സിനിമ കയറി കൊളുത്തിയാലും അതിന്റെ ഭാഗമായി തന്നെയാണ് അവരുടെ ചോദ്യങ്ങളും എത്തുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് തെലുങ്കിൽ എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മാസ് മറുപടിയുമായി മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജും എത്തുകയാണ്. സിനിമയെ ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ ഗ്ലോബലായി സ്വീകരിക്കുന്നവരാണ് നമ്മളെന്നും നമുക്ക് ഒരുമിച്ച് മനോഹരമായ സിനിമകൾ സൃഷ്ടിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു. സലാർ, KGF തുടങ്ങിയ തെലുങ്ക് ചിത്രങ്ങൾ മലയാളത്തിൽ വിതരണം ചെയ്തത് തന്റെ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെന്നായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം. വലിയ കയ്യടികളോടെയാണ് ഇരുവരുടെയും മറുപടികൾ കാണികൾ സ്വീകരിച്ചത്. എല്ലാ സ്റ്റേറ്റിലുമുള്ള സിനിമകളെ ഒരുപോലെ സ്വീകരിക്കുന്ന പതിവാണ് നമുക്കുള്ളത്. പുഷ്പയുടെ റിലീസിന് ഞാൻ പോയിരുന്നു. മനോഹരമായ സാഹോദര്യമുള്ള മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി. ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ നമുക്ക് ഒരുമിച്ച് മനോഹരമായ സിനിമകൾ സൃഷ്ടിക്കാം. മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു. ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജ് സംസാരിച്ചു തുടങ്ങിയത്. മാഡം, ഞാനാണ് കേരളത്തിൽ സലാർ വിതരണം ചെയ്തത്. എന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ KGF 2 വിതരണം ചെയ്തത്. മലയാളം, തെലുങ്ക് എന്നിങ്ങനെ ഭാഷാഭേദം ഇല്ലാതെ ഗ്ലോബൽ സിനിമ എന്ന കൺസെപ്റ്റുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്നും പൃഥ്വി പറഞ്ഞു. ഈ മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നതും വൈറലാകുന്നതും. കൂടാതെ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇവിടെ വരികയുണ്ടായി. അതിനും ഗംഭീര മറുപടിയാണ് പൃഥ്വിരാജ് പറഞ്ഞത്. നിങ്ങൾ എന്താണോ സിനിമയിൽ കണ്ട് ബജറ്റ് നിർണ്ണയിക്കുന്നത് അതിനും ഒരുപടി മുകളിലായിരിക്കും ഞങ്ങളുടെ യഥാർത്ഥ ബജറ്റ് എന്നാണ് പൃഥ്വിയുടെ ആ മാസം മറുപടി. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണ് എമ്പുരാൻ. സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതാണ് പ്രേക്ഷകർ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും. കാരണം പറയുന്നത് പൃഥ്വിരാജ് തന്നെ. 100 കോടി ബജറ്റ് ഉണ്ടായിട്ട് 80 കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി 20 കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പൃഥ്വിരാജ് പറയുന്നു. സിനിമയിൽ മോഹൻലാലും പൃഥ്വിരാജും പ്രതിഫലമായി 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും താരങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ച സമയത്ത് ഹോളിവുഡിൽ നിന്നും ബ്രിട്ടീഷ്, ചൈനീസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുമൊക്കെയുള്ള വലിയ പേരുകൾ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അവരിൽ പലരെയും വീഡിയോ കോളിലൂടെ സംസാരിക്കാനും അവസരം ലഭിച്ചു. പലരും താല്പര്യപൂർവ്വമാണ് ഞങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചത്. എന്നാൽ ഇടനിലക്കാരായ ഏജന്റുമാർ പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സിനിമയ്ക്ക് പരമാവധി എത്ര വരെ മുടക്കാമെന്ന് എനിക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. സിനിമയിൽ മോഹൻലാലും പൃഥ്വിരാജും പ്രതിഫലമായി 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അഭിമുഖത്തിൽ ഇരു താരങ്ങളും പറഞ്ഞു. ചിത്രത്തിലെ സാങ്കേതിക പ്രവർത്തകരും അഭിനയിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയും തങ്ങളുടെ വിഷനും പരിശ്രമവും മനസ്സിലാക്കി പ്രതിഫലം നോക്കാതെ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്നും 100 കോടി ബജറ്റ് ഉണ്ടായിട്ട് 80 കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി 20 കോടി
കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും പൃഥ്വി പറഞ്ഞു. പണം കൂടുതലും തങ്ങൾ മുടക്കിയിരിക്കുന്നത് സിനിമയുടെ മേക്കിങ്ങിൽ ആണെന്നും പൃഥ്വി പറയുകയുണ്ടായി.